തിരൂരിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് പ്രവർത്തകരുടെ സംസ്ഥാന സംഗമം കൂടേക്ക് സമാപനമായി. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കേരളയ്ക്ക് കീഴിലുള്ള പാലിയേറ്റീവ് സ്റ്റേറ്റ് വളണ്ടിയർമാരുടെ മീറ്റിന് തിരൂരിൽ പൊതുസമ്മേളനത്തോടെ സമാപനമായി. MLA കുറുക്കോളി മൊയ്തീൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ അതുകൊണ്ട് ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഹൃദയം തുറന്ന സന്തോഷത്തോടു കൂടി തന്നെ അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രവാചകന്റെ ഒരു തിരുവചനത്തിന്റെ ഭാഗം ഇങ്ങനെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. പ്രവാചകന്റെ ഒരു ഖാദിമായി കൂടെയുണ്ടായിരുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടെ തന്നെ ഉണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇബ്നു അബ്ബാസ് എന്നായിരുന്നു. ഈ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന സഹാബിയുടെ ഈ ഖാദിമിന്, ഈ സേവകനോട് ഒരു ദിവസം പ്രവാചകൻ പറഞ്ഞു, നീ ജനങ്ങളെടുത്ത് പോയിട്ട് അവിടെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. സ്വാഭാവികമായിട്ടും നമ്മളൊന്നും വലിയ ആളുകളല്ല, നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ സഹായിയായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ പറയാണ്, നിന്റെ കൂടെ നിൽക്കണ്ട, ഇങ്ങനെ ഇന്ന പണിയിരുത്തോ എന്ന് പറയുമ്പോൾ ആൾക്കുണ്ടാവുന്ന ഒരു വിഷമം നമുക്ക് മനസ്സിലാവും. അപ്പൊ പ്രവാചകന്റെ കൂടെയുള്ള ഒരാളോട് പ്രവാചകന്റെ അടുത്ത് മാറി മറ്റൊരു സേവനത്തിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോണ്ടാകുന്ന വിഷമം നമുക്കൊക്കെ മനസ്സിലാവും. ഉടനെ ആ പ്രയാസം വരാതിരിക്കാൻ പ്രവാചകൻ പറഞ്ഞു, നീ ആ ചെയ്യുന്ന സേവനത്തിന് പ്രവാചകന്റെ പള്ളിയില്, മദീന പള്ളിയില് നോമ്പുകാലത്ത് വചനം ഇരിക്കുന്നതിന്റെ 10 ഇരട്ടി പ്രതിഫലം ഉണ്ട് എനിക്കതിൽ എന്ന് പറഞ്ഞു. വിശ്വാസപരമായി വ്യത്യസ്ത കോണിലുള്ളവരൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. എങ്കിൽ പോലും ആ വർത്തമാനത്തിന്റെ ഒരു കഴമ്പ് അത് ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ സേവിക്കുക, ജനങ്ങളെ സഹായിക്കുക, അത് മസനരായ പ്രയാസപ്പെടുന്ന രോഗികളായ ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ആരോഗ്യം അതിനു വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതിലെ ആ പുണ്യം, അതിൻ്റെ ഒരു വലുപ്പം, അതിൻ്റെ ഒരു പ്രാധാന്യം അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരാരും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ മഹത്തായ സേവനങ്ങളെ പ്രകീർത്തിക്കാൻ നിങ്ങളൊരു എളിയ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അല്ലാതെ എന്തെങ്കിലും വലിയ വർത്തമാനങ്ങൾ പറഞ്ഞു പോകാൻ വേണ്ടിയൊന്നും അല്ല. പ്രോഗ്രാം ആക്ടിംഗ് ചെയർമാൻ P. കോയ അധ്യക്ഷനായി. IAPC സെക്രട്ടറി സ്വാലിഹ് വളാഞ്ചേരി, ദിലീപ് അമ്പായത്തിൽ, നാസർ കുറ്റൂർ, സുധീഷ് നായത്ത് എന്നിവർ ആശംസകൾ നേർന്നു. ഡോക്ടർ മാത്യൂസ് നമ്പേലി, ഡോക്ടർ സൈറു ഫിലിപ്പ്, ഡോക്ടർ അതുൽ ജോസഫ്, ബിനു ഹരിഹരൻ, ഡോക്ടർ പ്രവീൺ, നാസർ ഇരുമ്പിളിയം, യൂസഫ് നിറമരുതൂർ, അബുൾ ഫസൽ തിരൂർ, ഹൈഫ തിരൂർ, മിഥുൻ കാസർകോട്, ഡോക്ടർ അഞ്ജു മറിയൻജോൺ, സിജോ വിജയൻ, നാസർ കുറ്റൂർ, സഫീദ ഹുസൈൻ, KV സിനിമോൾ, സുഹാസ് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. IAPC വാർഷിക ജനറൽ ബോഡി യോഗവും കൂടി. ജനറൽ ബോഡിയിൽ ബിനീഷ് തിരുവനന്തപുരം സ്വാഗതം പറഞ്ഞു. പ്രദീപ് കൂറ്റനാട് അധ്യക്ഷനായി. സാലിഹ് വളാഞ്ചേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിസാർ അഹമ്മദ്, ബിജുമോൻ എന്നിവർ കണക്കുകളും അവതരിപ്പിച്ചു. ബഷീർ എറണാകുളം, സിറാജ് എന്നിവർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.